ഹായ് ഗായ്സ്, ഇന്ന് നമ്മൾ കാലത്ത് എനിക്ക് സ്ഥിരം പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായി ഇപ്പോൾ ഒരു സ്ഥലം വരെ പോകാനുള്ള പരിപാടി കേട്ടോ. നമ്മളിത് നീലുവിന് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ റെഡിയായി, ഇപ്പോൾ ഞാൻ ഒരു റെഡി ആവട്ടെ. നീ വരണ്ട ടാറ്റ വരണ്ട, റെഡി ആയിട്ട് പോകട്ടെ. വിവേകിന് ഒഴിവില്ലാത്ത കാരണം വേറൊരു ചേട്ടൻ്റെ ഹോട്ടലായിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുട്ടികൾക്ക് 1.5 വയസ്സ് കഴിയുമ്പോൾ എടുക്കുന്ന വാക്സിൻ ഉണ്ടല്ലോ, ആ വാക്സിനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അവന് ഒന്ന് നമ്മുടെ അടുത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് എടുക്കണം, ഒന്ന് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ നിന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ട് രജിസ്ട്രേഷനും പേയ്മെന്റ് ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ വാക്സിൻ എടുക്കുന്ന റൂമിലേക്ക് അവിടെ നിന്നിട്ട് കുറച്ചേരം വെയിറ്റ് ചെയ്യണമെന്നുണ്ടോ. ഞാനാണെങ്കിൽ ആ സമയത്ത് പുറത്തു നിന്നു. അവനെ കരച്ചിൽ കാണാന്ന് വിചാരിച്ചിട്ടാ ഞാൻ പുറത്തു പോയിരുന്നത്. കരഞ്ഞിട്ട് വരുന്നു വിചാരിച്ചിരുന്ന ഞാനാട്ടാ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഒരു ഓട്ടോ വിളിച്ച് രോഹിണി ഹോസ്പിറ്റലിൽ നിന്ന് പാറോലിലെ ഹെൽത്ത് സെന്ററിലേക്ക് ഇത് ഞങ്ങൾ എത്തിയിട്ടാ. അവിടെ ചെന്ന് പേരൊക്കെ രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ 11 മണി വരെ കാത്തിരുന്നു. അപ്പോഴേക്കും അവിടെ വെയിറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വിളിച്ചുട്ടാ. അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ വെയിറ്റ് കുറവാട്ടെ നീലു. അങ്ങനെ വാക്സിനൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക്. അങ്ങനെ വാക്സിനൊക്കെ എടുത്ത് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാ തിരിച്ച് ഫുഡ് അടിക്കാതിരിക്കാട്ടോ. ഇതൊരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, കോവയ്ക്ക് ഉപ്പിലിട്ട്. ഞാൻ അതേ കടയിൽ നിന്ന് വാങ്ങിച്ചതാ. എങ്ങനെയുണ്ട് നോട്ടെ. അടിപൊളി കേട്ടോ. നിങ്ങളുടെ കടയിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സൂപ്പർ സംഭവമായിരിക്കും കോവയ്ക്ക് ഉപ്പിലിട്ടത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇൻറ്റുട്ടാ കരച്ചിലാണ് കേട്ടോ. പിന്നെ കൊച്ചിന് കരഞ്ഞ് വയ്യാണ്ടായി. അങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ചവൻ കരഞ്ഞ് അങ്ങനെ ഉറങ്ങി. ഞങ്ങൾ പൈനാപ്പിൾ തിപ്പാച്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം അതിന്റെ പിന്നാലെയായിരുന്നു. ഒരു 1.5 കിലോന്റെ പൈനാപ്പിൾ വാങ്ങിച്ചിട്ട് അത് വെട്ടി തോടോടുകൂടി വെട്ടി കഷ്ണങ്ങളാക്കിട്ടാ. ചക്കര പൊടിച്ചെടുത്തു, ഇഞ്ചി കുറച്ച് കട്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ അതിൻ്റെ ഇടയിൽ ചായ കൂടി തുടങ്ങിയിട്ടാ. ചായ നമ്മുടെ വീക്ക്നെസ്. 4 മണി പലഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടെ. ഉണ്ടാക്കാൻ സാധനം തന്നെ ഞങ്ങൾ പരത്തി ചുട്ടപ്പെന്നാണ് പറയാറ്. നിങ്ങളുടെ അവിടെ നിന്നിട്ട് പറയാന്ന് താഴെ കമന്റ് ചെയ്തോളൂട്ടാ. ഈ പരിപാടിക്ക് നമ്മുടെ ഗ്ലാസ് ജാറാട്ടാ വേണ്ടത്. നമ്മുടെ ഗ്ലാസ് ജാറില്ലാത്ത കാരണം പ്ലാസ്റ്റിക് ജാറാണ് എടുത്തുള്ളത്. 2 ലിറ്റർ ചൂടാറി വെള്ളത്തിലേക്ക് 3/4 കിലോ ശർക്കര ഇട്ട് നന്നായി ഇളക്കുക. അത് അലിയണ വരെ നല്ലോണം ഇളക്കുക. 2 ലിറ്റർ വെള്ളത്തിലേക്ക് 3/4 കിലോ ശർക്കര ഇട്ടപ്പോൾ ഏകദേശം മധുരം കറക്റ്റ് ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ വട്ടം നമ്മൾ ഉണ്ടാക്കിയപ്പോഴേ മധുരം ഇച്ചിരി കൂടിപ്പോയി. അത് കാരണം 1 കിലോ ശർക്കരയെന്ന് 3/4 കിലോ വെട്ടി കുറച്ചുട്ടാ. ഇനി ആദ്യം നമുക്ക് പൈനാപ്പിൾ ഇടാം. ഈ പൈനാപ്പിളേ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഇനി മധുരം കൂടാവോ അതിലേക്ക് നമ്മൾ കറുവപ്പട്ട ഇടുക. 2 വലിയ പീസായിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു സ്ട്രോങ്ങിന് വേണ്ടിയിട്ട്. എരിഞ്ഞ് ഉപ്പാട് ഇളകുന്നതുകൊണ്ട് എന്തിട്ടാണ് ഉണ്ടാവുക. അസലായിട്ട് അങ്ങോട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം മൂടി വെക്കട്ടോ. എയർ ടൈറ്റ് മൂടി വെക്കണം. അങ്ങനെ ഇളക്കലൊക്കെ കഴിഞ്ഞ് ഇനി 3 ദിവസം ഫെർമെന്റേഷൻ വേണ്ടി വെക്കാം കേട്ടോ. അതിനുശേഷം കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അത് കഴിഞ്ഞപ്പോൾ അമ്മതേ വിളക്കത്തിച്ച് നാമത്തി തുടങ്ങിട്ടാ. നീലാണെങ്കിൽ എനിട്ടില്ലേട്ടാ, നല്ല ഉറക്കത്തിലാ. അങ്ങനെ ഞങ്ങളുടെ വൈകുന്നേരത്തെ ഫുഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് ഒരുത്തൻ എനിക്ക് വരുന്നത് അവൻ്റെ ഉറക്കം കഴിഞ്ഞിട്ട്. അപ്പം ശരി കേട്ടാ.